ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ ജനന തിരുനാളിനൊരുക്കമായിട്ടുള്ള 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെയും അകമ്പടിയോടെ നമ്മൾ ഈ ദിവസത്തിലെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. ആ വചനം വായിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയും നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ടതാണ്. സക്കറിയായിക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുന്നു. എന്നാൽ സക്കറിയ ഒരല്പം അവിശ്വസിച്ചതുകൊണ്ട് സക്കറിയ മൂകനായി തീരുന്നു. അങ്ങനെ മൂകനായി തീർന്ന സക്കറിയായെക്കുറിച്ച് നമ്മൾ തുടർന്ന് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. അതായത് മൂകതയുടെ ഒരു കാലഘട്ടം ദൈവം അനുവദിക്കുമ്പോഴും അവൻ മൂകനായി തീർന്നപ്പോഴും അവൻ ഉടനെ വീട്ടിലേക്ക് പോകുന്നില്ല. ധൂപം അർപ്പിക്കുന്നതിന് മധ്യത്തിൽ ദൈവിക ഇടപെടലുണ്ടാകുന്നു. എന്നാൽ ഒരു വിശ്വാസരാഹിത്യം അവനിൽ സംഭവിക്കുമ്പോൾ അവൻ മൂകനായി തീരുന്നു. മൂകനായി തീർന്നെങ്കിലും അവൻ ഉടനെ വീട്ടിലേക്ക് പോകുന്നില്ല. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അവൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതായത് ദൈവം ഒരു മൂകതയുടെ കാലഘട്ടം അവൻ അനുവദിക്കുമ്പോഴും ദൈവത്തോട് പരിപൂർണ വിശ്വസ്തത പുലർത്തുന്ന സക്കറിയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ അനേകർ ചഞ്ചലചിത്തരാകുന്നുണ്ട്, ഏറെ പതറുന്നുണ്ട്. എന്നാൽ സക്കറിയ നമുക്ക് മുൻപിൽ അതിശക്തമായ ഒരു മാതൃകയാണ്. ജീവിതത്തിൽ മൂകതയുടെ ഒരു കാലഘട്ടം ദൈവം അനുവദിക്കുമ്പോഴും, രോഗപീഠയുടെ ഒരു കാലഘട്ടം ദൈവം അനുവദിക്കുമ്പോഴും, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം ദൈവം അനുവദിക്കുമ്പോഴും നമുക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോട് പരിപൂർണ വിശ്വസ്തത പാലിക്കാനായിട്ട് സാധിക്കട്ടെ. പൂർവ്വപിതാവായ ജോസഫിലേക്ക് ഒന്ന് നോക്കിക്കേ. എത്രയോ വലിയ സ്വപ്നമാണ് അവൻ കണ്ടത്. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾക്ക് നേർ വിപരീത ദിശയിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അവൻ പരിപൂർണ വിശ്വസ്തത ദൈവ തിരുസന്നിധിയിൽ പുലർത്തുന്നു. ഒരല്പം പോലും ദൈവത്തിനെതിരായിട്ട് പഴി പറയുന്നില്ല. എന്നാൽ ഇന്ന് അനേകം പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നവരുടെ എണ്ണം വളരെ കാര്യമായി ഉയരുമ്പോൾ, ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ജീവിതത്തിൻ്റെ മൂകതയുടെ കാലഘട്ടത്തിൽ, രോഗപീഠയുടെ കാലഘട്ടത്തിൽ, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഈശോയോട് പരിപൂർണ വിശ്വസ്തത പുലർത്താനായിട്ട് സാധിക്കട്ടെ. ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.